ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. എന്തിൻ്റെ ഷോപ്പിംഗ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊരു സർപ്രൈസ് ആണ് കേട്ടോ. ഞങ്ങളുള്ളത് സെഞ്ചുറിയിലാണ് കേട്ടോ. അവിടെ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കളക്ഷനൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ 1-2 ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു 100% സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു വേറെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എടുക്കുന്നത് എല്ലാത്തിലും നല്ലതല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വേറെ കടയിലൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ വന്ന് എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് ഈസി ബൈയിലായിരുന്നു കേട്ടോ. ഈസി ബൈയിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈസി ബൈയിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ കണ്ണും മനസ്സും എല്ലാം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ മാനന്തവാടിയൊക്കെ ഉള്ളവരാണ്, ഞാൻ മാനന്തവാടിയിലുള്ള ഈസി ബൈയിലാണ് കേട്ടോ പോയത്. നല്ല കളക്ഷൻ ഉണ്ട്. നിങ്ങൾ കുട്ടീസിനൊക്കെ വേണമെങ്കിൽ ഒന്ന് വന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. എന്താ പറയുക, നല്ല കളറൊക്കെ ആയിട്ടുള്ള. ഞാൻ കുറച്ചധികം തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക കേട്ടോ. ഞാൻ കുട്ടികളുടെ സെക്ഷൻ മാത്രമേ ഞാൻ വലുതായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം പോയപ്പോൾ. ഇപ്പം തന്നെ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനാണ് ഡ്രസ്സ് പർച്ചേസിങ്ങിന് വന്നേന്ന്. അപ്പോൾ മനസ്സിലായിട്ടുള്ളവർ ഇപ്പം തന്നെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. സെഞ്ചുറിയിൽ ഞങ്ങൾക്ക് ഏതെടുക്കും എന്ന് കൺഫ്യൂസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ടൈമും അധികം ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇത്താത്തെ മാത്രമാണ് വന്നത്. ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. സോ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് നൈറ്റ് ആകുന്നതിൻ്റെ മുമ്പ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അതൊക്കെ മറന്നു പോയിട്ടോ. അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ള വൈറ്റ് ടീഷർട്ട് തന്നെ ഒരുപാട് പ്രിന്റ് വരുന്നതും, എന്താ പറയുക, അതിനെന്താ കറക്റ്റ് പറയാമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ കാണുന്നില്ല, അതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള പിൻട്രസ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉള്ളതുകൊണ്ട് ഓവർ കൺഫ്യൂസ്ഡ് ആയില്ല. ഞങ്ങൾ അതിൽ നിന്നൊന്ന് പിക്ക് ചെയ്തു. എല്ലാം നല്ലതായിരുന്നു. അതുകൊണ്ട് വലിയൊരു റിഗ്രഷൻ ഒന്നും വരില്ല. അതെടുത്താൽ മതിയായിരുന്നു അങ്ങനെയൊന്നും. കുറച്ച് നേരം ആലോചിച്ച് ചിന്തിച്ചാണ് എടുത്തത്. പിന്നെ അവിടെ ഈ മേക്കപ്പ് കിറ്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു ലിപ് ബാം വാങ്ങി തേഞ്ഞത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും അവിടെ കിടന്ന് കറങ്ങിയില്ല. പിന്നെ പോയ സ്ഥിതിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമല്ലോ, അങ്ങനെ എടുത്തു കേട്ടോ. പിന്നെ Q&A എന്താ ഇടാത്തതെന്ന് കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് ഇടാം കേട്ടോ, കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൈസയൊക്കെ റിച്ച് ഗേൾ, അവൾ പൈസയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞാൻ സെലക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ടൈമിൽ ഞാൻ നല്ല ടൈറ്റാണ്, എൻ്റെ അടുത്ത് ഒരു പൈസയില്ല. പിന്നെ പോയ സ്ഥിതിക്ക് ഞങ്ങൾ ഗേൾസിൻ്റെ സെക്ഷനും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ലേഡീസ് സെക്ഷനും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പോയതല്ലേ, കണ്ണിനൊക്കെ ഒരു കുളിർമ വരട്ടെ. സോ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഈ കറക്റ്റ് ടൈമിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. നമ്മളൊക്കെ ഒരുപാട് എന്താ പറയുക, കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടും കുറേ ആഗ്രഹിച്ച് പൈസയൊക്കെ കൂട്ടി വെച്ച് വാങ്ങാൻ വരുമ്പം ഒരു കളക്ഷനും ഉണ്ടാവില്ല, എല്ലായിടത്തും പോയിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും എൻ്റെ ഒരു ഇത്. നിങ്ങൾക്കും അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈസി ബൈയിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇതെൻ്റെ സിസ്റ്ററാണ് കേട്ടോ. ആദ്യമൊക്കെ വീഡിയോയിൽ വരാൻ ഭയങ്കര ചമ്മലായിരുന്നു. ഇപ്പം പിന്നെ ഒരിത് വന്ന് ആരും അധികം കാണില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ കുറച്ച് കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് അവളുടെ ഷോപ്പിങ്ങിന് പോയത്. എനിക്ക് ലെയിം വേണം, ബർഗർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അതൊക്കെ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് മനസ്സലിവൊക്കെ വന്നിട്ട് ഞാനൊരു ലെയിമിലും ഒരു സാൻഡ്വിച്ചിലും ഒതുക്കി കേട്ടോ. പിന്നെ കുറച്ചധികം ആൾക്കാരെന്നെ എൻ്റെ അടുത്ത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനെക്കുറിച്ചും ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് കോൾ ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ, എത്രയും പെട്ടെന്ന് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.